വീഡിയോയിൽ ഞങ്ങളുടെ ഹോസ്പിറ്റൽ എക്സ്പീരിയൻസ് ഡ്യൂറിംഗ് പ്രഗ്നൻസി ആണ് ഷെയർ ചെയ്യുന്നത്. നോർവേയിലെ എല്ലാ പബ്ലിക് ഹോസ്പിറ്റലുകളും മിനിസ്ട്രി ഓഫ് ഹെൽത്ത് ആൻഡ് കെയർ സർവീസസ് മേൽനോട്ടം വഹിക്കുന്ന 4 റീജിയണൽ ഹെൽത്ത് അതോറിറ്റികളാണ് നടത്തുന്നത്. നോർവേയിൽ അടിസ്ഥാന ആരോഗ്യ സംരക്ഷണം നൽകാനുള്ള ചുമതല മുനിസിപ്പാലിറ്റിക്കാണുള്ളത്. ഈ പൊതു ആശുപത്രികൾക്ക് പുറമെ സ്വകാര്യ ഉടമസ്ഥതയിലുള്ള വളരെ കുറച്ച് ഹെൽത്ത് ക്ലിനിക്കുകൾ നിലവിൽ പ്രവർത്തിക്കുന്നുണ്ട്. 16 വയസ്സിൽ താഴെയുള്ള എല്ലാവർക്കും ഹെൽത്ത് സർവീസ് ഫ്രീ ആണ്. അതേപോലെ തന്നെ പ്രഗ്നന്റ് ആൻഡ് നഴ്സിംഗ് വുമൻസിനും എല്ലാ ഹെൽത്ത് കെയർ സർവീസസും ഫ്രീ ആണ്. നോർവേയിൽ 18 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് ഡെന്റൽ ട്രീറ്റ്മെന്റ്സ് ഫ്രീ ആണ്. ഡെലിവറി സിംറ്റംസ് സ്റ്റാർട്ട് ചെയ്താൽ നമുക്ക് ഓൾറെഡി ഷെയർ ചെയ്തിട്ടുള്ള കോൺടാക്ട് നമ്പറിൽ കോൾ ചെയ്യാം. കിഡ്നി ക്ലിനിക്കിൽ ഉള്ള എമർജൻസി ഡിപ്പാർട്ട്മെന്റിന്റെ നമ്പറിൽ ആണ് കണക്ട് ആകുന്നത്. കോൾ അറ്റൻഡ് ചെയ്യുന്ന സ്റ്റാഫ് നമ്മുടെ ഡീറ്റെയിൽസ് കളക്ട് ചെയ്ത് ഏത് ഫ്ലോറിൽ ആണ് നമ്മൾ അഡ്മിറ്റ് ആകേണ്ടത് എന്നതിനനുസരിച്ച് ഫ്ലോർ ഡീറ്റെയിൽസ് പറഞ്ഞു തരും. ഞങ്ങൾ കാറിലായിരുന്നു ഹോസ്പിറ്റലിലേക്ക് പോയത്. ഡെലിവറിക്ക് വരുന്നവർക്ക് സ്പെഷ്യൽ കാർ എൻട്രി ആൻഡ് റിസർവ്ഡ് പാർക്കിംഗ് സ്ലോട്ട് ഉണ്ട്. ഈ പാർക്കിംഗ് സ്ലോട്ടിൽ നിന്ന് ഏത് ഡോറിലേക്ക് ആണ് പോകേണ്ടത് എന്നുള്ളത് ഫ്ലോറിലെ യെല്ലോ പെയിന്റ് മാർക്ക് വഴിയാണ് ഡയറക്റ്റ് ചെയ്തിരിക്കുന്നത്. യെല്ലോ ഫ്ലോർ ഫോളോ ചെയ്താൽ എത്തുന്ന ഡോറിൽ നമുക്ക് കോളിൽ കൂടെ കിട്ടിയ ഫ്ലോർ നമ്പർ പ്രസ് ചെയ്യണം. ഞങ്ങളുടെ ഫ്ലോർ ഡി ആയിരുന്നു. അപ്പോൾ ഫ്ലോർ ഡിയിൽ ഉള്ള സ്റ്റാഫ് നമ്മുടെ നെയിം ചെക്ക് ചെയ്ത് ഡോർ ഓപ്പൺ ചെയ്തു തരും. ഞങ്ങൾ ഫ്ലോർ ഡിയിൽ എത്തിയപ്പോൾ ഞങ്ങളെ റിസീവ് ചെയ്യാൻ 2 മിഡ്വൈഫ്സ് അവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. അവർ ഒരു ചെറു പുഞ്ചിരിയോടെ ഞങ്ങളെ ഒരു വലിയ റൂമിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. അവിടെ വെച്ച് ആണ് നോർമൽ ഡെലിവറി ആണെങ്കിൽ അത് നടക്കുന്നത്. ഡിസ്ചാർജ് ആകുന്നതുവരെ 2 മിഡ്വൈഫ്സ് നമ്മളുടെ കൂടെ തന്നെ ഉണ്ടായിരിക്കും. എമർജൻസി ബട്ടൺ, അഡ്ജസ്റ്റബിൾ ആയിട്ടുള്ള ബെഡ്, ജിം ബോൾ, ബാത്ത് ടബ്, ക്ലോത്ത്സ്, ടവൽ, സാനിറ്ററി പാഡ് തുടങ്ങിയ എല്ലാ സാധനങ്ങളും ആ റൂമിൽ ഉണ്ടായിരുന്നു. അതുകൂടാതെ ബേബി ഉണ്ടായാൽ ബേബിക്ക് ആവശ്യമുള്ള ഡ്രസ്, ക്ലോത്ത്സ്, ഡയപ്പർ ചേഞ്ചിങ് ടേബിൾ ആൻഡ് മാറ്റ്, വൈപ്സ്, ബേബി ഓയിൽ അങ്ങനെ എല്ലാം ആ റൂമിൽ സജ്ജീകരിച്ചിട്ടുണ്ട്. ഡെലിവറി പ്രോഗ്രസ് ആയതോടെ പെയിൻ റിലീഫിന് ആയി ഹോട്ട് ബാഗ്, ഹോട്ട് വാട്ടർ ബാത്ത് ടബ്, ജിം ബോൾ, മസാജിങ് ഒക്കെ പ്രയോഗിച്ചു. കൂടാതെ മിൽക്ക്, ജ്യൂസസ്, ബ്രെഡ്, ബിസ്ക്കറ്റ്, ബട്ടർ, ജാം, ഫ്രൂട്ട്സ് തുടങ്ങി എല്ലാ ഫുഡും റൂമിൽ തന്നെ നമുക്ക് അറേഞ്ച് ചെയ്തു തന്നു. ഡെലിവറിക്ക് മുൻപ് ബേബിയുടെ ജെൻഡർ വേണമെങ്കിൽ നമുക്ക് അറിയാൻ സാധിക്കും. ഡെലിവറി ടൈമിൽ പാർട്ട്ണർക്ക് കൂടെ നിൽക്കാം. അതുകൊണ്ട് എൻ്റെ കൂടെ അജേഷ് ഫുൾ ടൈം സപ്പോർട്ടായി ഉണ്ടായിരുന്നു. കുഞ്ഞിന്റെ പൊക്കിൾക്കുടി കട്ട് ചെയ്യാനുള്ള ചാൻസും അജേഷിന് കിട്ടി എന്നുള്ളത് മറക്കാനാകാത്ത അനുഭവം തന്നെയായിരുന്നു. കിഡ്നി ക്ലിനിക്കിലെ എല്ലാ സ്റ്റാഫിന്റെയും ബിഹേവിയർ നമ്മളെ അത്ഭുതപ്പെടുത്തും. വളരെ സൗമ്യമായി നമ്മളോട് പെരുമാറുന്ന ഇവർ നമുക്ക് ആവശ്യമായ എല്ലാ സഹായങ്ങളും നമ്മൾ അവിടെ എത്തുന്നത് മുതൽ ഡിസ്ചാർജായി പുറത്തിറങ്ങുന്നത് വരെ നൽകുന്നു. വളരെ സപ്പോർട്ടീവായ ഇവർ മെന്റലി ആൻഡ് ഫിസിക്കലി നമുക്ക് എല്ലാ മോട്ടിവേഷനും തന്ന് നമുക്കൊരു കംഫോർട്ട് സോൺ തന്നെയാണ് ഒരുക്കി തരുന്നത്. എ ബിഗ് സല്യൂട്ട് ഫോർ ദീസ് പീപ്പിൾസ് ഇൻ നോർവേ. അടിപൊളി കഫേ, വിസിറ്റേഴ്സ് ലോഞ്ച്, കിഡ്സ് പ്ലേ ഏരിയയും നമുക്ക് ഇവിടെ കാണാം. Okay, bye. Do you wanna build a snowman? നോർവേയിൽ പേരന്റൽ ലീവ് നമുക്ക് ലഭിക്കും. നിയർലി 1 ഇയർ പെയ്ഡ് ലീവാണ് ഗവൺമെന്റ് നൽകുന്നത്. ജോബ് ഇല്ലാത്തവർക്ക് ഒരു വലിയ തുക തന്നെ വൺ ടൈം അലവൻസ് ആയി ഗവൺമെന്റ് നൽകുന്നു.
നോർവീജിയൻ ഹെൽത്ത് കെയർ അതിന്റെ എല്ലാ ഉപയോക്താക്കൾക്കും സൗജന്യമല്ല. 16 വയസ്സിന് മുകളിലുള്ള ഔട്ട് പേഷ്യൻസിന് മെഡിക്കൽ ട്രീറ്റ്മെന്റ്സ്, വിസിറ്റ് ടു ദ ഡോക്ടർ ആൻഡ് അതർ ഹെൽത്ത് റിലേറ്റഡ് കോസ്റ്റ് സ്വന്തമായി വഹിക്കേണ്ടതാണ്. എന്നാൽ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവുന്ന പേഷ്യൻസിന്റെ ട്രീറ്റ്മെന്റ് കോസ്റ്റ് ഫ്രീ ആണ്. ഓരോ വ്യക്തിയും പ്രതിവർഷം പോക്കറ്റിൽ നിന്ന് നൽകേണ്ട തുകയ്ക്ക് പരമാവധി പരിധിയുണ്ട്. ബാക്കി തുക പബ്ലിക് സെക്ടർ കവർ ചെയ്യുന്നതായിരിക്കും. വുമൻസിന്റെ ആവശ്യങ്ങൾക്ക് മാത്രമായി ക്വിന്നെ ക്ലിനിക് സർവീസ് നോർവേയിൽ എല്ലായിടത്തും പ്രവർത്തിക്കുന്നുണ്ട്. ഇവിടെ പ്രഗ്നൻസി, ഡെലിവറി, കുട്ടികളുടെയും വുമൻസിന്റെയും റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാവിധ ട്രീറ്റ്മെന്റ്സും അവൈലബിൾ ആണ്. ഓവറോൾ ഡെലിവറി എക്സ്പീരിയൻസ് ഇൻ നോർവേ വാസ് റിയലി വണ്ടർഫുൾ.